ബിജെപിയുടെ ക്രൈസ്തവ നയതന്ത്രത്തിന് മറുപടിയുമായി ഓർത്തഡോക്സ് സഭ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ നിർത്തിയാൽ സഹകരിക്കാൻ കഴിയുമെന്ന് സഭയുടെ നിലപാട് രാജീവ് ചന്ദ്രശേഖരെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് സമദൂര നിലപാടായിരിക്കുമെന്നും ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ ന്യൂസ് 18 കേരളം സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലുമായി സംസാരിക്കുകയായിരുന്നു കാതോലിക്ക ബാവ. എപ്പോഴും ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അല്ലേ? അതിപ്പോൾ കേക്ക് മുറിക്കലിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി ഗവൺമെൻറ്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. നമ്മൾ പറയുന്നത് ബി.ജെ.പി ഗവൺമെൻറ്റിലെ മോഡിയോ മറ്റുള്ള മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെയുള്ളവരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. ഒരു വിരോധവുമില്ല, നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശരിയല്ല. അത് അവർ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേതരത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത തീവ്രവാദികളായി വരുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ ബി.ജെ.പി ഗവൺമെൻറ് ഉത്തരവാദിത്വം അത് ചെയ്തതാണ്. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ഈ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ, അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ? അതായത് തുറന്നു ചോദിക്കാം, പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത്, വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? മൗനാനുവാദം നൽകുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധ്വനി വരുന്നതിൻ്റെ കാരണം ഇവരെ പരസ്യമായിട്ട് ആ ആക്രമണത്തെ അപലപിക്കുവാനോ അതിനെതിരെ കർശനമായ നടപടി എടുക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക്. കാരണം സംഘപരിവാറിനോടോ RSSനോടോ ബി.ജെ.പിയോടോ ബജറംഗ് ദളിനോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അവരൊക്കെ ഓരോ സംഘടനകളാണ്, അത് പോഷക സംഘടനകളാകാം, എന്താണെങ്കിലും. പക്ഷേ അവരാരും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ ബി.ജെ.പിയോടും കേന്ദ്ര സർക്കാരിനോടും ഒന്നും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല എന്ന് പറയുമ്പോൾ അതിനെ മറ്റ് രണ്ട് മുന്നണികളും ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളത്, അങ്ങനെ മറുപടി നൽകുകയുള്ളൂ. അവർ പറയുന്നത് ഈ തരുന്ന കേക്കിൻ്റെ പിന്നിൽ വിഷമുണ്ട്, ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ്, അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും. അതിന് എന്ത് മറുപടി താങ്കൾ നൽകും? പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു, ബി.ജെ.പിയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന്. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം വിളിച്ച് ക്രൈസ്തവ അല്ലെങ്കിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി. ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചതിൽ സന്തോഷമായി സ്വീകരിച്ചു. അത് ആര് ആഘോഷിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ്. ബി.ജെ.പി ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അപ്പോൾ അവർക്കെങ്ങനെ പറയാൻ ഒക്കുന്നത് ഞങ്ങൾ LDFനെതിരാണെന്ന്? LDFന് അനുകൂലമാണ്. പക്ഷേ LDF ആണെങ്കിലും ബി.ജെ.പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് മൂന്ന് മുന്നണികളോട്, ഇപ്പോൾ LDFനോടാണെങ്കിലും UDFനോടാണെങ്കിലും ബി.ജെ.പിയോടാണെങ്കിലും സമദൂരമാണ്. അവിടെ ഇപ്പോൾ ബി.ജെ.പിയുടെ കൂടെ കൂടരുത്, ബി.ജെ.പിയെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്നില്ല. ഇല്ല, കാരണം അവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ ബി.ജെ.പിക്ക് കഴിയുന്നില്ല എന്നാണല്ലോ ബി.ജെ.പിയെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അത് സഭ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പരാജയം ഉണ്ടാകാൻ പാടില്ല, അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേരളത്തിലെ ബി.ജെ.പി നേതൃത്വത്തോടെ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടും അവരുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ്? പണ്ട് മുതലേ ബി.ജെ.പിയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. പത്മനാഭനോ അല്ലെങ്കിൽ മുരളീധരനോ അതുപോലെ PS
പിള്ളയോ അവർ അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷമായിട്ട് ഇത് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേ ഇന്ത്യയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ളവരെ വളരെയധികം മുറിപ്പെടുത്തുന്നുണ്ട്, അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു. അത് ചന്ദ്രശേഖർ പറഞ്ഞു അതെൻ്റെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും, നിശ്ചയമായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ വാക്ക് സംസ്ഥാനത്തെ BJP നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട്. അവർ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മനസ്സ് തുറക്കുന്നു. സാമൂഹ്യ കാര്യങ്ങളിലും അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലുമൊക്കെ അഭിപ്രായം പറയുവാൻ ഒട്ടും മടി കാട്ടാത്തയാളാണ്. ആത്മീയ കാര്യങ്ങളും ഭൗതിക കാര്യങ്ങളും തമ്മിൽ അങ്ങനെ വേർതിരിക്കാൻ കഴിയുന്ന ഒന്നല്ല. BJP ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും LDF ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരുമായിട്ട് ക്രൈസ്തവ സഭകൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും എന്ത് നിലപാടാണ് ഉള്ളത് എന്ന കാര്യം വലിയ ചർച്ചാ വിഷയമാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ക്രിസംഗികൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു പ്രയോഗത്തെ ഞാൻ ഒരിക്കലും ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം BJPക്കുള്ള അംഗീകരണമായിട്ട് ഞാൻ കാണുന്നില്ല. സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തന ശൈലിയിൽ നിന്ന് സുരേഷ് ഗോപിക്ക് നേരിട്ടതായ ഒരു വിജയമായിട്ട് കാണുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.